ഗൈസ്. പിന്നെ നിങ്ങൾ കാണാൻ പോണത് അറ്റമൂലം മാത്രമുള്ള ഒരു തട്ടിക്കോട്ട് ഗെറ്റഡി വിത്ത് മീ ആണ്. ബട്ട് ഗൈസ് ഏറ്റവും ലാസ്റ്റ് ഞാനാണെങ്കിൽ അടിപൊളി ചെന്നിട്ട് ഒരുങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്കാണെങ്കിൽ ഒരു ഗീവ് അവേ ചെയ്യണം. ഞാൻ കുറേ നാൾ കൊണ്ട് പ്ലാൻ ചെയ്യുകയാണ് ഗൈസ്. 80K ആയപ്പോൾ തൊട്ട് പ്ലാൻ ചെയ്യണം ഗീവ് അവേ ചെയ്യണമെന്ന്. പക്ഷേ നമ്മളുടെ എന്താണ് കുറേ പ്രശ്നങ്ങൾ കാരണം നമുക്കത് ചെയ്യാൻ പറ്റില്ല. വീഡിയോസ് പോലും വരെയൊക്കെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാനാണെങ്കിൽ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഗീവ് അവേ ആണ്. അതിൻ്റെ സംഭവങ്ങളെല്ലാം എങ്ങനെയാണെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞേക്കാം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഗെറ്റഡി വിത്ത് മീക്ക് എവിടെയാണ് പോകാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ പിടിച്ച കൊച്ചുങ്ങടക്ക് കല്യാണമായി നമ്മൾ കല്യാണം കൂടാൻ പോവുകയാണ്. ഞാനിപ്പോഴും PPU ഇങ്ങനെ നടക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളാണെങ്കിൽ ആദ്യം തന്നെ പോയിട്ടൊരു സിറം ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാക്കി വന്ന മോയ്സ്ചറൈസറിനെ കുത്തി അതിനകത്ത് തിരിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. കാരണം ഇത് ഭയങ്കര റേറ്റ് കൂടി സാധനമാണ്. ഈ വീഡിയോ മമ്മി കണ്ടു കഴിഞ്ഞാൽ എന്നെ അറിഞ്ഞ് മൂലക്കേറ്റി. അത് കാരണം ഞാൻ വീണ്ടും കുത്തി അതിനകത്ത് കൂട്ട് കയറ്റി ഗൈസ്. അത് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ എടുത്ത് കുത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഈ സൺസ്ക്രീൻ തന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് പാക്കിന് ഉള്ളത് കൊണ്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതാണ്. ഈ ഷൈനം യൂസ് ചെയ്ത് നോക്കും, എല്ലാ അസുഖവും മാറി ഞാൻ അടിപൊളിയാവുന്നത്. അത് കണ്ട് ലിപ്സ്റ്റിക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് ഗൈസ്. എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് ചെയ്യുക. ഏറ്റവും മൂലം മാത്രമുള്ളത് ഞാൻ പറഞ്ഞു ഇതാണ് ഗൈസ്. വീഡിയോ എടുത്തുകൊണ്ട സമയത്ത് ലൈറ്റ് പോയിട്ടുണ്ടായി. പിന്നെ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ്. അപ്പോൾ ബൈ.